ശ്രീ പ്രേംകുമാർ, ഇപ്പോൾ ഏതായാലും ഈ ഒരു കാര്യം ഇപ്പോൾ വന്നത് 2019 ഈ വിഷയങ്ങൾ വന്നപ്പോൾ നേരെ ദേവസ്വം മന്ത്രിയിലേക്ക് ഫിക്സ് ചെയ്യാനും ഈ ഫയലുകളൊക്കെ ഇപ്പോൾ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ കടകംപള്ളി കണ്ടു എന്ന സ്ഥാപിച്ചെടുക്കും വിധത്തിലേക്ക് ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്ത് അലിഗേഷൻ ഉന്നയിച്ചതൊക്കെ നമ്മൾക്കറിയാം. കടകംപള്ളിക്ക് നേരെ അന്നത്തെ ദേവസ്വം മന്ത്രി. ഏതായാലും അതേ ദേവസ്വം മന്ത്രിയായി 2017 കടകംപള്ളി ഇരിക്കുമ്പോൾ ഈ കൊടിമരത്തിൻ്റെ കാര്യത്തിൽ ഏതായാലും ഫയലുകൾ അങ്ങോട്ടേക്ക് അയച്ചു എന്ന് പറയാൻ പോലും കോൺഗ്രസിന് കഴിയാത്തൊരവസ്ഥ ഇതിനകത്ത് നിൽക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 19 സീൻ വന്ന സമയത്ത് ഏറ്റവും വലിയ തോതിൽ കടന്നാക്രമിച്ചൊരു പൊസിഷൻ എടുത്ത് നിന്നത് മുൻ ദേവസ്വം ബോർഡ് അംഗം എന്ന നിലയിൽ അജയ് തറയിലായിരുന്നു. ഇപ്പോൾ അജയ് തറയിൽ പെട്ടിരിക്കുന്നു. ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരുപക്ഷെ പ്രയാർ ജീവിച്ചിരുന്നിരുന്നെങ്കിൽ അജയ് തറയിലിനോടൊപ്പം ഇപ്പോൾ വലിയൊരു പോരാട്ടവുമായി കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ ഇപ്പോൾ 2019 ആ വിവാദത്തിൽ, ആ വിഷയത്തിൽ ഇറങ്ങുമായിരുന്നു. ഏതായാലും അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ഇന്നിപ്പോൾ അജയ് തറയിൽ മാത്രമാണ് ആ നിലയിൽ ഉള്ള ആൾ. ഇവിടെ ശ്രീ പ്രേംകുമാറിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ മുമ്പ് അനിൽകുമാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്പോൺസറായി സ്വാധീനമുള്ള ആളായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ മാറുകയും 2004 വരുന്ന ഒരു പരികർമ്മിയായിട്ടാണ്. അത് കഴിഞ്ഞ് സ്പോൺസർ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുകയും ആ ഉയർത്തിയത് ഈ പ്രയാറിൻ്റെയും അജയ് തറയിലിൻ്റെയും കാലത്തായിരുന്നു എന്ന് വ്യക്തം. അതിൻ്റെ ഒരു ആ സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അരങ്ങേറ്റമായിരുന്നു ഈ കൊടിമരം കലാപരിപാടി എന്ന് വരുന്നു. അവിടെ സ്വർണം കാണാനില്ല, പണപ്പിരിവ് നടത്തി, നല്ല കൃത്യമായി 3 കോടിയിൽ പരം രൂപ മുടക്കാൻ ഒരു സ്പോൺസർ ഉണ്ടായിട്ടും പാരലായിട്ട് ഇതെല്ലാം ചെയ്തു. ഭക്തന്മാർ ഇത് വല്ലതും അറിയുന്നോ? ഭക്തന്മാർ വിചാരിക്കുന്നത് തങ്ങൾ കൊടുക്കുന്ന സ്വർണം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വിചാരിച്ച് ഭക്തന്മാർ കൊടുക്കുന്നു. പക്ഷേ ഇപ്പുറത്ത് അതെല്ലാം മുടക്കാൻ മറ്റൊരു മുതലാളി നിൽക്കുന്നു, ഒരു സ്പോൺസർ നിൽക്കുന്നു. അപ്പോൾ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അരങ്ങേറ്റമായിരുന്നു സ്പോൺസർ എന്ന നിലയിൽ ഈ പരിപാടിയിൽ കണ്ടത്. SIT അന്വേഷിക്കുന്നതിലെ കോൺഗ്രസിൻ്റെ വലിയ അതൃപ്തി ഈ അന്വേഷണം പുറകോട്ട് പോകുന്നതിലെ ആധിയായിരുന്നു എന്നുകൂടി ഇന്ന് മനസ്സിലാവുകയാണോ നാട്ടുകാർക്ക്, ആളുകൾക്ക്? ഇതേ സമയത്ത് സിനാരിയോ ആലോചിക്കുകയാണ് ഞാൻ. അന്നും പ്രധാന ചർച്ചാ വിഷയം സ്വർണം തന്നെയായിരുന്നു. ഒരു ഇന്റർനാഷണൽ ചാനലിലൂടെ ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് വന്ന സ്വർണ്ണമായിരുന്നു. സ്വർണം വന്നു എന്നും സ്വർണം പിടിക്കപ്പെട്ടു എന്നും കടത്തിയവരെ പിടിച്ചു എന്ന് പറഞ്ഞപ്പോഴും ചാടിക്കേറി UDF-കാരും BJP-കാരും മാധ്യമങ്ങളും എല്ലാം കൂടെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇത് ചെയ്തതെന്നുള്ളത്. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആയിരുന്നത് കൊണ്ട് തന്നെ എൻക്വയറീസ് കംപ്ലീറ്റ് ചെയ്തത് സെൻട്രൽ ഏജൻസീസ് ആയിരുന്നു. ആരാണ് സ്വർണം കൊടുത്തുവിട്ടതെന്നോ ആരാണ് സ്വർണം സ്വീകരിച്ചതെന്നോ ഇന്നേ വരെ അറിഞ്ഞിട്ടില്ല. കേരള ഹൈക്കോടതി തന്നെയായിരുന്നു ആ ED-യുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഏജൻസികളുടെ നേരെ നടന്ന അന്വേഷണങ്ങളൊന്നും തന്നെ ഫലപ്രദമല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് ED-യുടെ സകലമാന ഓപ്പറേഷൻസിനും നേതൃത്വം കൊടുത്ത ED ഉദ്യോഗസ്ഥനെ ക്രമവിരുദ്ധമായ പരിപാടികൾ നടത്തിയതിൻ്റെ പേരിൽ പിരിച്ചുവിട്ട വാർത്ത കഴിഞ്ഞ 2 ആഴ്ചക്ക് മുന്നേ വന്നു. അന്ന് സ്വർണം കടത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, ഇടതുപക്ഷമാണ് എന്നുള്ളൊരു ക്യാമ്പയിൻ നടത്തുകയും പക്ഷെ സത്യത്തിൽ ആരാണ് കടത്തിയത് എന്നുള്ളത് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേരളത്തിന്. കാരണം അന്വേഷണം നടത്തിയിരുന്നത് കേന്ദ്ര ഗവൺമെന്റ് അണ്ടറുള്ള ഏജൻസികളായിരുന്നു. പക്ഷെ അവർ പറഞ്ഞ കാര്യങ്ങൾ ലീഗലി നിലനിൽക്കുന്നതല്ല എന്നുള്ളത് ഹൈക്കോടതി പൊളിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുകൾ കുറച്ച് മാസങ്ങളോളം ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിലും 2026 എത്തുമ്പോൾ പിന്നെയും സ്വർണം തന്നെ ചർച്ചയിലേക്ക് വരികയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ആളെ കള്ളൻ, കാട്ടുകള്ളൻ എന്നൊക്കെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വിളിച്ചത് ഞാൻ കേട്ടിട്ടുള്ളത് അടൂർ പ്രകാശാണ്. അപ്പൊ എനിക്കറിയില്ല അടൂർ പ്രകാശ് പറയുന്നത് എങ്ങനെയാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് എങ്ങനെയാ പോയെന്ന് എനിക്കറിയില്ല, യാദൃശ്ചികമായി ഞാനും അവിടെ ഉണ്ടായിരുന്നു, എൻ്റെ മണ്ഡലത്തിലെ ഒരാൾ മാത്രമാണ്, വേറെ എനിക്ക് ഒരു പരിചയമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വന്ന് ഇപ്പം അടൂർ പ്രകാശ് പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റിപ്പോർട്ടർ ചാനൽ പൂട്ടിക്കുമെന്നാണ്. കാരണം റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടർ അയാളോട് ആവർത്തിച്ച് ചോദ്യം ചോദിക്കുന്നു. ഇതാണ് VD സതീശൻ KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സ്വർണം കട്ടവരെ മുഴുവൻ അകത്താക്കുമെന്നാണ്. സത്യത്തിൽ അന്വേഷണം ഇപ്പം നടക്കുന്നത് ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ്. ഹൈക്കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത SIT ആണ് അന്വേഷണം നടത്തുന്നത്. അത് ഇവർ അംഗീകരിക്കാൻ പറ്റില്ല അവർക്ക്. എങ്ങനെയാണ് ബേസ്ലെസ് ആയിട്ടുള്ള, അതായത് ബേസ്ലെസ് എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന ബേസ് അല്ലാത്തൊരു ആർഗ്യുമെന്റ് എടുത്തിട്ട് പാട്ടും പാടി ചെണ്ടയും കൊട്ടി നടന്നിട്ട് അവസാനം അത് കൃത്യമായിട്ട് കോൺഗ്രസിന്റെ തലയിൽ തന്നെ, കോൺഗ്രസ് ആളുകളുടെ തലയിൽ തന്നെ ഏറ്റവും മാരകമായിട്ട് വീഴുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു വളരെ വളരെ ചരിത്രപരമായ ഒരു ഉദാഹരണമാവുകയാണിത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം. ഇപ്പോൾ അവർ SIT-യിൽ അവർക്ക് വിശ്വാസമില്ല, ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ വിശ്വാസമില്ല. VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏതോ ഒരു ചീഫ് ജസ്റ്റിസ് എന്തോ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞതാണ് എന്നാണ്. ഇങ്ങനൊരു അവസ്ഥയിൽ ഒരു നാട്ടിലെ ഒരു പ്രതിപക്ഷത്തിനെയും എത്തിക്കരുതേ എന്നാണ് നമുക്ക് ഇതിനോട് പറയാനുണ്ടാവുക. അതായത് ശബരിമലയിൽ പല കാലങ്ങളിലായിട്ട് തട്ടിപ്പുകളും അഴിമതികളും നടന്നിട്ടുണ്ട്.
UDFന്റെ ദേവസ്വം ബോർഡിന് അതിൽ പങ്കുണ്ടായിരുന്നു. LDF നിയമിച്ച ദേവസ്വം ബോർഡും അതിൽ അലംഭാവം കാണിച്ചിട്ടുണ്ട്. അതിൽ ആളുകൾ സ്വർണമോ അഴിമതിയോ നടത്തുകയോ ധനസമാഹരണം നടത്തിയോ എന്ന് ഇന്നേ വരെ തെളിവ് വന്നിട്ടില്ല, പത്മകുമാർ അടക്കമുള്ള ആളുകൾ. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് അലംഭാവം ഉണ്ടായിട്ടുണ്ട്, അവർ ജയിലിൽ കിടക്കുകയാണ്. പക്ഷെ UDFന്റെ ആളുകൾ അന്നു മുതൽ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയ്യപ്പന്റെ മുതലായിട്ടുള്ള സ്വർണം കടത്തിയ മോഷ്ടിച്ച ആളുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് പറയല്ല ചെയ്യുന്നത്, ആരാണിത് ചെയ്തതെന്ന് അന്വേഷിക്കണം എന്ന് പറയല്ല ചെയ്യുന്നത്, മറിച്ച് ഇത് മുഴുവൻ പിണറായി വിജയനാണെന്നുള്ള ഒരു പാട്ടും പാടി നടക്കുവാണ്. പക്ഷേ ഒരു അബദ്ധം പറ്റിപ്പോയവർക്ക് ഒരബദ്ധം ചരിത്രവാനായി നടന്നു. അതെന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വളരെ കൃത്യമായിട്ട് ഈ അന്വേഷണം ഏറ്റെടുക്കുകയും വളരെ എഫിഷ്യൻ്റായ ഒരു SITയെ നിയമിക്കുകയും അവർ നടത്തുന്ന അന്വേഷണത്തിൽ 100% കോൺഫിഡൻസ് ഹൈക്കോടതി റിപ്പീറ്റഡ് ആയിട്ട് നോട്ട് ചെയ്യുകയും ചെയ്യുന്നു. CBI അന്വേഷണം എന്നുള്ള ഒരു സാധനം ചെയ്തു നോക്കി, കാരണം പിന്നെ കാര്യങ്ങൾ UDFന്റെയോ BJPന്റെ കയ്യിലേക്ക് പോകും. ഹൈക്കോടതിയാണെന്ന് വെച്ചാൽ അതും സമ്മതിക്കുന്നില്ല. ഇനി UDFന്റെ കയ്യിൽ, കോൺഗ്രസിന്റെ കയ്യിലുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ SITയെയും ഹൈക്കോടതിയെയും തെറി പറയുക, അവരെ അവിശ്വസനീയമാക്കുക എന്നുള്ളതാണ്. അജയ് തറയിലിന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സതീശന്റെ ജാഥ എറണാകുളം എത്തുമ്പോഴേക്കാണോ അതെനിക്ക് അറിയില്ല. അതായത് പ്രേംകുമാർ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അറസ്റ്റിനെ ഭയക്കുന്നില്ല എന്നൊക്കെ ഇന്ന് പറഞ്ഞു. എറണാകുളത്ത് എത്തുമ്പോഴേക്ക് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് അയാൾ പറയുന്നത്. അതെ, അത് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഈ ജാഥയ്ക്കിടയിൽ എം സ്വരാജിന്റെ അദ്ദേഹം പറഞ്ഞത് അതെ, VD സതീശന്റെ ജാഥ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴേക്കും UDF കൺവീനറെ മാറ്റേണ്ടി വരുമെന്ന് സ്വരാജ് പറഞ്ഞു. ഇപ്പോൾ ആ ജാഥ എറണാകുളത്ത് എത്തുമ്പോഴേക്ക് അജയ് തറയിലിന്റെ അറസ്റ്റിനെ ഭയക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അജയ് തറയിലും പറഞ്ഞിട്ട് എൻ്റെ ചോദ്യം അതല്ല. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ആ സമയത്ത് ഒരു പരാതിക്കാരനായി അവതരിച്ചപ്പോൾ അയാളിൽ ഒരു വിശ്വാസ്യതയുള്ള പരാതിക്കാരനുണ്ട് എന്നു പറഞ്ഞ് അദ്ദേഹത്തിനെ ആ നിലയിൽ അംഗീകരിച്ച ആദ്യത്തെ വ്യക്തി പ്രതിപക്ഷ നേതാവ്, വാർത്താതാരം ആയി അന്ന് ഈ വിഷയത്തിൽ മാറിയ പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ അവസ്ഥ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെ നിൽക്കുന്നു? അതേ ശബ്ദവും അതേ ആർജവവും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവിനുണ്ടോ? 2021 മനോരമയുടെ വാർത്താതാരം K സുധാകരനായിരുന്നു. അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് സമ്മേളന വേദിയിൽ മൈക്ക് കിട്ടാത്തതിന്റെ പേരിൽ പിണങ്ങിപ്പോയത്, കണ്ണൂരിൽ ഒരിടത്തും സ്റ്റേജിൽ പ്രസംഗിക്കാതിരുന്നത്. അത്രയും മോശമായിട്ടുള്ള ഗതി 2026 മനോരമയുടെ വാർത്താധാരത്തിന് വരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ വാർത്താധാര സാധനത്തിൽ എനിക്ക് പറയാനുള്ളത്. എനിക്ക് VD സതീശൻ പോലും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത്രയും കോൺഗ്രസ് നേതാക്കൾ, അടൂർ പ്രകാശം അടക്കമുള്ള, ആന്റോ ആന്റണി അടക്കമുള്ള, അജയ് തറയിൽ അടക്കമുള്ള ആളുകൾ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിരുന്നു എന്നുള്ള കാര്യം VD സതീശൻ അറിയില്ലായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കോൺഗ്രസിൻ്റെ അകത്ത് ഓരോരുത്തരും ഓരോ പ്രസ്ഥാനമാണ്, ഓരോ സ്ഥാപനമാണ്. അവർ യാതൊരു മടിയുമില്ലാതെ, യാതൊരു ഉളുപ്പുമില്ലാതെ പറയും, ഞങ്ങൾക്ക് ഭരണമില്ല, അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാന്ന്. KC വേണുഗോപാലാണ് പറയുന്നത്, ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ട് KC വേണുഗോപാലാണ് പറയുന്നത്, ഞങ്ങൾക്ക് കേന്ദ്രത്തിലും ഭരണമില്ല, കേരളത്തിലും ഭരണമില്ല, അതുകൊണ്ട് പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാന്ന്. എന്തുമാത്രം എന്താ പറയാ, ജനാധിപത്യ വിരുദ്ധമായിട്ട്, നിയമവിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. അതുകൊണ്ട് നിങ്ങൾ തേങ്ങ ചിരകുമ്പോൾ ഞങ്ങൾ ചിരട്ടെയെങ്കിലും ചിരവട്ടെ, ഭരണത്തിലിരിക്കുന്നത് പാർട്ടിക്ക് ഫണ്ട് ഉണ്ടാക്കാനുള്ളതാണെന്ന് വളരെ കൂളായിട്ട് പറയുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചത് വലിയ പ്രശ്നമല്ല. തിരുവനന്തപുരത്ത് നടന്ന ഒരു ഫെസ്റ്റിവലിൽ ഗോവിന്ദമാഷും K സുരേന്ദ്രനും സണ്ണി ജോസഫുള്ള KJ ജേക്കബ് ചോദിക്കുന്ന ചോദ്യത്തിന് സണ്ണി ജോസഫ് പറയുന്ന മറുപടി, വയനാട്ടിൽ പൈസ പിരിച്ചിട്ടും എന്തുകൊണ്ട് വീടുണ്ടാക്കുന്നില്ല, സ്ഥലം വാങ്ങില്ല എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, ഞങ്ങൾ ഭരണത്തിലില്ലാത്ത പാർട്ടിയാണ്, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്നാണ്. ഭരണത്തിൽ ഉണ്ടാവുന്നത് പൈസ ഉണ്ടാക്കാനാണെന്ന് യാതൊരു മറയുമില്ലാതെ പറയുകയാണ് UDFന്റെ ആളുകൾ. ലീഗിന്റെ ആളുകൾ പച്ചയ്ക്ക് പറയണം, അതുകൊണ്ട് ഒരു തവണയെങ്കിലും ഞങ്ങൾക്ക് ചാൻസ് തരണം, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ചിലപ്പം BJPയിൽ പോകുന്നു സാംസ്കാരിക നായകന്മാരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതാണ് ഇവിടെ സേനാപതി വേണു പറയുന്നത്, കൊടിമരത്തിന്റെ സ്വർണ്ണാമ റെസീറ്റ് ഒന്നും കൊടുക്കേണ്ടതില്ല, അത് ആൾക്കാർ ഭക്തി കൊണ്ട് തരുന്നതാണ്, അത് കുറച്ച് ഞങ്ങൾക്ക് കൊടുക്കാം, കുറേ സ്വർണ്ണമുള്ള ആൾക്കാർ തരുന്നതല്ലേ എന്നുള്ളത്. പക്ഷെ ഇത് നിയമവ്യവസ്ഥയുടെ മുന്നിൽ നിൽക്കില്ല, ഹൈക്കോടതിയോട് ഇത് പറഞ്ഞാൽ നടക്കില്ല എന്നുള്ളതാണ്. ഹൈക്കോടതിയാണെങ്കിൽ ഈ കേസ് വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ല. ശരിക്കും പാട്ട് പാടി കുടുങ്ങി എന്നുള്ള അവസ്ഥയിലാണ് കോൺഗ്രസ്സുകാർ. CPMന്റെ ഏതെങ്കിലും നേതാക്കൾ, ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ വളരെ കർശനമായ നിലപാടുകൾ ഉണ്ടാവണം, നടപടി ഉണ്ടാവണം. അതിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല കാര്യത്തിൽ, പത്മകുമാർ ആയിരുന്നാലും ആരായിരുന്നാലും. പക്ഷേ കോൺഗ്രസിന്റെ കാലത്ത് നടന്ന അഴിമതിയുടെ പേരിൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവൻ മിനിസ്റ്റർ രാജിവെക്കുമെന്ന് പറയുന്ന ആ ലോജിക്കാണ് മലയാളിക്ക് പിടികിട്ടാത്തത്. ഇത് അതിന്റെ ക്ലൈമാക്സിലേക്ക് പോവുകയാണ്, ജാഥ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് എന്നാ ഞാൻ വിചാരിക്കും.